നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഓഗസ്റ്റ് 1-ാം തീയതി 10th പ്രിലിംസ് പരീക്ഷ ഉള്ള എത്ര പേരുണ്ട്? അവർ ഉറപ്പായിട്ടും ഈ ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യണേ. 20 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് ആണ്. കട്ട് ഓഫ് 18. നിങ്ങൾ 20-ൽ 20 മാർക്കും വാങ്ങണം. 18 ഞാൻ കട്ട് ഓഫ് ഇട്ടേക്കുന്നത്. അപ്പൊ 18-ൽ താഴോട്ട് ഒരിക്കലും വാങ്ങരുത്. അത്രത്തോളം ശ്രദ്ധിച്ച് ഓരോ ചോദ്യവും അറ്റൻഡ് ചെയ്യുക. കഴിഞ്ഞ ദിവസമായിട്ട് മോക്ക് ടെസ്റ്റ് ഒരുപാട് പേര് അറ്റൻഡ് ചെയ്തു. അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പോയി അറ്റൻഡ് ചെയ്തേക്കണേ. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മാർക്ക് ഉറപ്പായിട്ടും താഴെ ഒന്ന് കമന്റും കൂടെ ചെയ്തേക്കാം. ഓക്കെ, പേനയും പേപ്പറും ഒക്കെ എടുത്ത് സെറ്റ് ആയിക്കോളാം. ആദ്യത്തെ ചോദ്യം, എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മ ജീവി ഏതാണ്? ഓപ്ഷൻ വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, പ്ലാസ്മോഡിയം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. വൈറസ് ആണ് എയ്ഡ്സ് രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി. എന്ത് വൈറസ്? HIV വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ ഒരു വൈറസിനെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ പേരെന്താ? ലൂക്ക് മൊണ്ടേഗ്നിയർ. ലൂക്ക് മൊണ്ടേഗ്നിയർ എന്ന ശാസ്ത്രജ്ഞനാണ് HIV വൈറസിനെ കണ്ടെത്തിയത്. HIV രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് അമേരിക്കയിലാണ്. വർഷം 1981. 83-ലാണ് ഇങ്ങനെ ഒരു വൈറസ് ആണ് ഈ രോഗത്തിന്റെ കാരണം എന്ന് കണ്ടെത്തിയത്, അല്ലെങ്കിൽ HIV വൈറസിനെ കണ്ടെത്തിയത് ലൂക്ക് മൊണ്ടേഗ്നിയർ ആണ്. സെറ്റല്ലേ? അപ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയായിട്ടുണ്ടെങ്കിൽ അവിടെ ടിക്കിട്ടോണേ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? ക്ഷയം, കുഷ്ഠം, ജലദോഷം, കോളറ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ജലദോഷമാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം. ജലദോഷം ഒരു വൈറസ് രോഗമാണ്. ജലദോഷം പരത്തുന്ന അല്ലെങ്കിൽ ജലദോഷത്തിന് കാരണമായ രോഗകാരി ആ ഒരു വൈറസിന്റെ പേരെന്താ? റൈനോ വൈറസ്. റൈനോ വൈറസ്. പ്രധാനപ്പെട്ട വൈറസ് രോഗങ്ങൾ ഏതൊക്കെയാണ്? ജലദോഷം, പക്ഷിപ്പനി, പന്നിപ്പനി, കുരങ്ങുപനി, മുണ്ടിനീര്, ചിക്കൻ ഗുനിയ, ചിക്കൻ പോക്സ്, പോളിയോ, ഇവയൊക്കെ എന്താണ്? വൈറസ് രോഗങ്ങളാണ്. സെറ്റല്ലേ? അടുത്ത ചോദ്യം, മാൻഡോ ടെസ്റ്റ്, മാൻഡോക്സ് എന്ന് എഴുതും, മാൻഡോ എന്നാണ് വായിക്കുന്നത്. മാൻഡോ ടെസ്റ്റ് ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് രോഗത്തിന്റെ പരിശോധനയാണ്? ക്ഷയം, കുഷ്ഠം, സിഫിലിസ്, മഞ്ഞപ്പിത്തം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ക്ഷയരോഗ പരിശോധനയാണ് മാൻഡോ ടെസ്റ്റ്. അപ്പൊ കുറച്ച് പരിശോധനകൾ നോക്കാം. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് മുതലായവയൊക്കെ സിഫിലിസ് രോഗത്തിന്റെ പരിശോധനകളാണ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ്. PSC എപ്പോഴും ചോദിക്കുന്നതാണ് ഷിക് ടെസ്റ്റ് ഏത് രോഗത്തിന്റെ പരിശോധനയാണ്? ഡിഫ്തീരിയ. ഹിസ്റ്റാമിൻ ടെസ്റ്റ് കുഷ്ഠരോഗമാണ്. റോസ് ബംഗാൾ ടെസ്റ്റ് ആണെങ്കിലോ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന രോഗമാണ് നിശാന്തത. റോസ് ബംഗാൾ ടെസ്റ്റ് നിശാന്തത എന്ന രോഗത്തിന്റെ പരിശോധനയാണ്. ബയോപ്സി ആണെങ്കിലോ ക്യാൻസർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്? ഏപ്രിൽ 7, ഏപ്രിൽ 17, ഏപ്രിൽ 5, ഏപ്രിൽ 25. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17 ആണ്. അപ്പൊ ഏപ്രിൽ 7ന്റെ പ്രത്യേകത എന്താ? ലോക ആരോഗ്യ ദിനമാണ്. ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4 ആണ്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം, ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. ലോക പാർക്കിൻസൺസ് ദിനം എന്നാണ്? ഏപ്രിൽ 11 ആണ്. ഏപ്രിൽ 11. ക്ഷയരോഗ ദിനം എന്ന മാർച്ച് 24 ആണ്. മാർച്ച് 24. അടുത്ത ചോദ്യം, ആവർത്തന പട്ടികയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെ? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തെ പ്രസ്താവന, ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീവ് ആണ്. രണ്ടാമത്തെ പ്രസ്താവന, മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ അവരോഹണ ക്രമത്തിലാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി മോസ്ലി ആണ്. അറ്റോമിക നമ്പറിന്റെ അവരോഹണ ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ നോക്കിയിട്ട് ശരിയായത് ഏതൊക്കെയാണെന്ന് എഴുതിക്കോളൂ.
ഉത്തരം പറഞ്ഞോട്ടെ. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. ആദ്യത്തെ പ്രസ്താവന ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീവ്, ശരിയാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി, ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. രണ്ടാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? മെൻഡലീവിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്, പക്ഷെ അവരോഹണ ക്രമമല്ല, ആരോഹണ ക്രമമാണ്. അതുകൊണ്ട് തെറ്റിപ്പോയി. നാലാമത്തെ പ്രസ്താവനയും അറ്റോമിക നമ്പറിന്റെ അവരോഹണ ക്രമം, അവരോഹണം എന്ന് വെച്ചാൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്നാണ് മീൻ ചെയ്യുന്നത്. അങ്ങനെയല്ലോ 1 2 3 4 ചെറുതിൽ നിന്നും വലുതിലേക്കല്ലേ പോകുന്നത്, ആരോഹണ ക്രമമാണ്. അപ്പൊ അതും തെറ്റ്. അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സൾഫർ. ഉത്തരം എഴുതിക്കോളൂ. പറഞ്ഞോട്ടെ. മഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന മൂലകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകവും ഏത് തന്നെയാണ്? മഗ്നീഷ്യമാണ്. മദ്രാസിനടുത്തുള്ള അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? ബാലഗംഗാധര തിലക്, ലാലാ ലജ്പത് റായ്, സരോജിനി നായിഡു, ആനി ബസന്റ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ആനി ബസന്റ് ആണ് അടയാർ കേന്ദ്രീകരിച്ച് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിച്ചത്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് ആരാണ്? പട്ടാഭി സീതാരാമയ്യ, മദൻ മോഹൻ മാളവ്യ, ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. മദൻ മോഹൻ മാളവ്യയാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ അഡ്വൈസർ അഥവാ ഉപദേഷ്ടാവായിരുന്നത്. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യത്തിന് മുൻപ് ഏറ്റവും കൂടുതൽ തവണ കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായ നഗരം ഏതാണ്? കൊൽക്കത്ത, ഡൽഹി, ലാഹോർ, കറാച്ചി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കൊൽക്കത്തയാണ് സ്വാതന്ത്ര്യത്തിന് മുൻപ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്, ഡൽഹി. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3, 4, 2, 5. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ഓപ്ഷൻ എ ആണ് 3. 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത്. ബ്രിട്ടീഷ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗത്വം രാജിവെക്കുകയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരിക്കുകയും ചെയ്ത മലയാളി ആര്? GP പിള്ള, കെ മാധവൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ, കെ കേളപ്പൻ. ഉത്തരം എഴുതിക്കോളൂ. ചേറ്റൂർ ശങ്കരൻ നായരാണ് 1897 അമരാവതി കോൺഗ്രസ് സെഷന്റെ അധ്യക്ഷനായിരുന്നു ഇദ്ദേഹം. ഇതുവരെ ഒരു മലയാളിയെ ആയിട്ടുള്ളൂ കോൺഗ്രസിന്റെ അധ്യക്ഷൻ. 1900 ഏത് വൈസ്രോയിക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? ഡെൽഹൌസി, ലോർഡ് കേഴ്സൺ, മൗണ്ട് ബാറ്റൺ, കാനിങ് പ്രഭു. ഉത്തരം എഴുതിക്കോളൂ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ലോർഡ് കഴ്സൺ പ്രഭുവിനാണ്, ലോർഡ് കഴ്സൺ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദൻ, വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ ആത്മാനുതാപം. ഓപ്ഷൻ നോക്കുക, ഉത്തരം എഴുതുക. പറഞ്ഞോട്ടെ. എല്ലാം ശരിയാണ്. ആത്മവിദ്യാ സംഘ സ്ഥാപകൻ വാഗ്ഭടാനന്ദനാണ്. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന VK ഗുരുക്കൾ അഥവാ വയലേരി കുഞ്ഞിക്കണ്ണൻ. സ്വദേശാഭിമാനി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ പ്രശസ്തമായ കൃതിയാണ് ആത്മാനുതാപം. അപ്പൊ എല്ലാം ശരിയാണേ. അടുത്ത ചോദ്യം, സമത്വ സമാജം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആര്? വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, വാഗ്ഭടാനന്ദൻ, അയ്യങ്കാളി. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജ സ്ഥാപകൻ. 1836 സ്ഥാപിച്ചത്. സ്വാമിത്തോപ്പിലാണ് സ്ഥാപിച്ചത്. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം, ഇന്ത്യയിലെ തന്നെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേത് എന്ന് കണക്കാക്കപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. അടുത്ത ചോദ്യം, ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട്
താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട്ടിലെ ആനമലയാണ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന കേരളത്തിലെ നദിയാണ് ഭാരതപ്പുഴ. ഓപ്ഷൻ നോക്കിയിട്ട് ഉത്തരം എഴുതിക്കോളാം. ഉത്തരം പറഞ്ഞോട്ടെ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നദിയാണ് ഭാരതപ്പുഴ. 209 കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയുടെ നീളം. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് പെരിയാറിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ളത് ഭാരതപ്പുഴയാണ്. അപ്പോൾ 3ഉം 4ഉം തെറ്റിപ്പോയി. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. നക്ഷത്ര ആമകൾക്ക് പേരുകേട്ട കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ശെന്തുരുണി, ചിന്നാർ, മംഗളവനം, ആറളം. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് നക്ഷത്ര ആമകളും ചാമ്പൽ മലയണ്ണാനും കാണപ്പെടുന്നത്. അപ്പൊ BSc ഇങ്ങനെ തന്നെ ചോദിക്കും, നക്ഷത്ര ആമകൾക്കും ചാമ്പൽ മലയണ്ണാനും പേരുകേട്ട വന്യജീവി സങ്കേതം ഏത്? ചിന്നാർ വന്യജീവി സങ്കേതമാണ്. ഗാർഹിക പീഡന നിരോധന നിയമം പാർലമെന്റ് പാസാക്കിയത് ഏത് വർഷം? 2003, 2004, 2005, 2006. ഉത്തരം എഴുതിക്കോളൂ. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 ആണ്. 2005 നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിലെ ഈ ആക്ടുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഓരോന്നും വ്യക്തമായി പറഞ്ഞു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് തന്നെയുണ്ട്. നമ്മുടെ പുതിയ LDC ബാച്ച് ഓഗസ്റ്റ് 3-ന്, അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 10-ൽ താഴെ സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും ഒക്കെ നമ്മുടെ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത ചോദ്യം, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ഏത്? സർഷ്യൂററി, കോ വാറണ്ടോ, പ്രൊഹിബിഷൻ, മാൻഡമസ്. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം കോ വാറണ്ടോ ആണ്. കോ വാറണ്ടോ, ഒരു വ്യക്തി അയാൾക്ക് അർഹമല്ലാത്ത ഉദ്യോഗം വഹിക്കുന്നതിനെ തടയുന്ന റിട്ട് ഏതാണ്? കോ വാറണ്ടോ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം ഏത്? 18, 19A, 20A, 21A. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം 21A ആണ്. 21A. അപ്പൊ 86-ാം ഭരണഘടനാ ഭേദഗതി 2002-ലൂടെയാണ് ഈ ഒരു അനുച്ഛേദം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. മൗലിക കർത്തവ്യങ്ങൾ 11 എണ്ണമാക്കിയ ഭേദഗതി ഏതാന്ന് ചോദിച്ചാൽ 86-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്തുണ്ടായിരുന്നില്ല? മൗലിക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അത് പിന്നീട് ഒരു ഭേദഗതിയിലൂടെ 42-ാം ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്. ആ സമയത്ത് 10 എണ്ണമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 11-ാമത്തെ മൗലിക കർത്തവ്യമായിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമാണ് കൂട്ടിച്ചേർത്തത്. അനുച്ഛേദം 21A. നിലവിൽ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗമാണ് 3, 4, 10, 12. ഉത്തരം എഴുതിക്കോളൂ. ഉത്തരം പറഞ്ഞോട്ടെ. 12-ാം ഭാഗത്താണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ ചോദിച്ച ഏതാണ്? 300A. നിലവിലൊരു ലീഗൽ റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 20-ൽ 20ഉം കിട്ടിയവർക്ക് കൺഗ്രാചുലേഷൻസ്. ഈ ഒരു വീര്യത്തോടു കൂടി തന്നെ നിങ്ങൾ പോയി പരീക്ഷ എഴുതിക്കൊള്ളാം. മനസ്സിന് നല്ല കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ പരീക്ഷാ ഹാളിൽ കാണിക്കണം. ഉത്തരത്തിലും അത് പ്രതിഫലിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ 18-ന് മേപ്പോട്ട് കിട്ടിയവർക്ക് എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. താഴോട്ട് കിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ആണ് തെറ്റിയത് ആ ഏരിയ കുറച്ചും കൂടി വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി ഇടുന്ന പരീക്ഷകളിലെല്ലാം ഫുൾ മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നമ്മുടെ ഹർഷിത എജ്യൂടെക് ആപ്പിലെ കോഴ്സുകളെ പറ്റി മറക്കണ്ട. ഫസ്റ്റ് കമന്റിൽ ലിങ്ക് ഉണ്ടായിരിക്കും. ആപ്പിൽ കയറുക, സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കുക. അതിലെല്ലാ കോഴ്സും കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം പ്രിപ്പറേഷൻ. God bless you all. Thank you.